ഞാനൊരു കഥ പറയാം. വടകരയിലെ ഒരു നാട്ടിൻപുറത്ത് ജനിച്ച ആമി എന്ന പെൺകുട്ടി. അവൾ പുസ്തകങ്ങളെയും എഴുത്തിനെയും പ്രണയിച്ചു. വീട്ടിൽ വളരെയധികം അവഗണിക്കപ്പെട്ട അവൾ. അവൾക്ക് ആ വീട്ടിൽ ആകെ ഒരു കൂട്ടായിട്ടുണ്ടായിരുന്ന അവളുടെ അച്ഛമ്മയായിരുന്നു. എന്നാൽ അച്ഛമ്മയുടെ മരണശേഷം അവൾ ആ വീട്ടിൽ ഒറ്റപ്പെട്ടു പോവുകയാണ്. അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അവൾ, അവളുടെ ജീവിതത്തിലേക്ക് ഒരാൾ കടന്നു വരികയാണ്. അവളുടെ ആദ്യ അനുരാഗം എന്നൊക്കെ പറയാം. കണ്ട മാത്രയിൽ തന്നെ അയാളോട് അവൾക്ക് പ്രണയം തോന്നുകയാണ്. അയാൾ എന്തോ ആവശ്യത്തിന് നാട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന അയാൾ മടങ്ങി വരുന്നില്ല. ആമിയെ തേടിയെത്തുന്നത് ഒരു കത്താണ്. ആ കത്ത് പിന്തുടർന്ന് അവൾ തിരുവനന്തപുരത്തേക്ക് യാത്രയാകുന്നു. യാത്ര പോയി തിരിച്ചു വരുന്ന അവൾ തിരിച്ചെത്തുന്നത് ഒരു ഭ്രാന്തിയായിട്ടാണ്. അവളുടെ ഉള്ളിലെ സങ്കടങ്ങൾ കരഞ്ഞു തീർക്കാനും അവൾക്ക് പൊട്ടിച്ചിരിക്കാനും വേണ്ടി അവൾ ഒരു ഭ്രാന്തിയുടെ ഊടുപടം എടുത്തണിഞ്ഞതാണ്. ആ ഭ്രാന്തി എന്ന മൂടുപടത്തിനൊരു അലങ്കാരമായി അവൾക്ക് അമ്മാവനൊരു ചങ്ങലയും വാങ്ങിക്കൊടുക്കുന്നു. എന്നാൽ അവൾക്ക് ഭ്രാന്തുണ്ടോ? അതോ അവൾ ഭ്രാന്ത് അഭിനയിക്കുകയാണോ? അവൾ ഒരു ഭ്രാന്തിയായി മാറിയതാണോ? ഒരു വ്യത്യസ്തമായ പ്രണയ നോവൽ ആണ് ഇവിടെ ശ്രീഷ ബാബു നാമമില്ലാത്തവൾ എന്ന പുസ്തകത്തിലൂടെ അവതരിപ്പിക്കുന്നത്. ഈ പുസ്തകം വായിക്കുമ്പോൾ ഒരു വായനക്കാരൻ എന്ന രീതിയിൽ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, പ്രണയം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളിലും കാണപ്പെടുന്ന ഒന്നാണ്. എന്നാൽ പ്രേമിക്കപ്പെടുക അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടുക അല്ലെങ്കിൽ മറ്റൊരാളെ സ്നേഹിക്കുക എന്നൊക്കെ പറയുന്നത് എപ്പോഴും വ്യക്തിപരമാണ്. ഓരോ വ്യക്തികളും പ്രണയിക്കുന്ന രീതിയും അവരുടെ പ്രണയ ചേഷ്ടകളും വളരെ വ്യത്യസ്തമാണ്. അത്തരത്തിലൊരു വേറിട്ട പ്രണയ രീതിയാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. എവിടെയൊക്കെയോ ഈ പുസ്തകം വായിച്ചു തീരുമ്പോൾ അറിയാതെ നമ്മുടെ കണ്ണൊന്ന് നിറയാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു പ്രണയ നോവൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ വായനയിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു പുസ്തകമാണ് നാമമില്ലാത്തവൾ.